അൽനാമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദറൽ സമ, മാൾസ് ഹൈപ്പർ മാർക്കറ്റ്, ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ച്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. മാന്യ പ്രേക്ഷകർക്ക് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മസ്കറ്റിൽ ജീവകാരുണ്യം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പായ വി ഹെൽപ്പ് അംഗങ്ങളെ ഇന്ന് പരിചയപ്പെടാം. ഇത് മസ്കറ്റിൽ ജീവകാരുണ്യം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് കൂട്ടായ്മയായ വി ഹെൽപ്പ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ജീവകാരുണ്യ രംഗത്ത് ഇതിനകം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗ്രൂപ്പിൽ ജാതിമതഭേദമന്യേ നൂറുകണക്കിന് പേർ പ്രവർത്തിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിലും സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. സരസ്വതി മനോജ് എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ കണ്ടതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ടും ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്ന മലയാളികളെ, ഒരുപാട് ആൾക്കാർ മലയാളികളും അല്ലാണ്ട് ഒരുപാട് ആൾക്കാരോട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരത്ത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ചേർന്നൊരാഗ്രഹം ഉണ്ടായി. ഞങ്ങൾ പുള്ളിക്കാരത്തെ ബന്ധപ്പെടുകയും ചെയ്തു. പുള്ളിക്കാരത്തിൻ്റെ വഴിയാണ് ഞങ്ങൾ ഇതിനകത്ത് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ അല്ലാണ്ട് ടിക്കറ്റ് ഇല്ലാണ്ട് നാട്ടിൽ പോകാൻ നിവർത്തിയില്ലാണ്ട് കിടന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി അവരെ കാണുകയും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും നമ്മളാ കഴിയുന്ന രീതിയിൽ സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരെ ഞങ്ങളിപ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ചിലപ്പോൾ വിരലിലെണ്ണാവുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ പല നാട്ടുകാരായ ആൾക്കാരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാർ, ആന്ധ്രാക്കാർ. ഇപ്പോൾ അടുത്ത സംഭവം തന്നെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ആന്ധ്ര കുടുംബം, 2 കുട്ടികൾ, അമ്മ, അച്ഛൻ, ആർക്ക് പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാണ്ട് ഉള്ള അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ 2 കുട്ടികളും ഒരു അമ്മയും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അവരെ ഞങ്ങൾ പോയി കാണുകയും മൊബൈലിൽ ഞങ്ങൾ അവരെ പോയി കാണുകയും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും അവർക്ക് വേണ്ട ചിലവുകൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പൊതുമാപ്പിൽ ഞങ്ങൾ അവരെ നാട്ടിൽ കയറ്റി വിടുകയും ചെയ്തു. ഒമാനിൽ ദുരിതമനുഭവിക്കുന്ന ആർക്കും ഇവരെ ബന്ധപ്പെടാം. വി ഹെൽപ്പ് അംഗങ്ങൾ അവിടെ എത്തും. നിങ്ങൾക്ക് വേണ്ടി വരുന്ന സഹായങ്ങൾ നൽകും. ഒരു ചെറിയ കൂട്ടായ്മയായി ആരംഭിച്ച ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ 1000-ൽ പരം പേരുണ്ട്. ലോകാരോഗ്യ ദിനമായ ഒക്ടോബർ 10 തുടങ്ങിയിട്ടുള്ള ഒരു മാസത്തെ വി ഹെൽപ്പിൻ്റെ ഒരു മാനസികാരോഗ്യ ത്തിനെ പറ്റിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് പരമാവധി നമുക്ക് ഈ മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലെല്ലാം നമ്മളൊന്ന് പരമാവധി നമ്മൾ ഇടപെട്ടുകൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിലാണ് നമ്മൾ വി ഹെൽപ്പ് മസ്കറ്റ് എല്ലാവരും മുൻകൈ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എത്ര ആളെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പരമാവധി 3000-ലേറെ ആളുകൾ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ പരമാവധി എപ്പോഴും ഒരു 250 ആൾക്കാരോളം നമ്മളെ ഗ്രൂപ്പ് വഴി എല്ലാ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഒക്ടോബർ 10 മുതൽ നവംബർ 10 വരെ ഒരു മാനസിക ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ഡോണേഴ്സ്, ഇവിടെ ഒമാനിലെ ബ്ലഡ് ഡോണേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് വി ഹെൽപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറം ഇവിടെ രൂപീകരിച്ചു. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട്, ബൗഷർ ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സാമൂഹികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് വി ഹെൽപ്പ് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവധി ദിവസങ്ങളിൽ മസ്കറ്റിലെ വിവിധ പാർക്കുകളിൽ ഇവർ ഒത്തുചേരുന്നു. ഭാവി പ്രവർത്തനങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് അടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു.
വീട്ടമ്മയായ സരസ്വതി മനോജാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വ സ്ഥാനത്തെന്നതാണ് ഈ ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു 12 വർഷം മുന്നേ ഞങ്ങളൊരു 2-3 പേര് മാത്രമായിട്ട് തുടങ്ങിയൊരു ചെറിയ, അന്ന് പേരോ സംഘടനയുടെ പേരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അജണ്ടയോ ഒന്നുമില്ലാതെ തുടങ്ങിയൊരു ചെറിയ ഒരു സൗഹൃദ കൂട്ടം ഇന്ന് വളർന്നു വലുതായിട്ട് 200-250 മെമ്പേഴ്സിന് മേളിലുള്ള വി ഹെൽപ്പ് മസ്കറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയായിട്ട് മാറി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളുടെ മുന്നിൽ വിഷമിക്കുന്ന ആര് വന്നാലും അവർക്ക് അപ്പം തന്നെ സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്തൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അസോസിയേഷൻ്റെ മീറ്റിംഗ് കൂടട്ടെ, പ്രസിഡൻറ്റ് ചോദിക്കട്ടെ, സെക്രട്ടറി ചോദിക്കട്ടെ, ഞങ്ങൾ പറയാറില്ല. വി ഹെൽപ്പിലെ ഏത് മെമ്പറിൻ്റെ മുന്നിൽ ആര് സഹായത്തിന് കൈ നീട്ടിയാലും ഞങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആളെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് സോൾവ് ചെയ്യാനുള്ള പോംവഴി മാത്രമാണ് ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊക്കെ ഞങ്ങൾ കണ്ടെത്താറുള്ളത്. ഇതുവരെ ഈ ഒരു വർഷത്തിന് മേളായി ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ കണക്കെഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൂടി ഇല്ല ഞങ്ങൾക്ക് ഓർക്കാം. ഞങ്ങൾ ആരുടെയും നമ്മളുടെ ഗ്രൂപ്പിൻ്റെ മെയിനായിട്ട് ആദ്യം മുതലേ നമ്മൾ ഗ്രൂപ്പിൽ ഒരാൾ കയറുമ്പോൾ ആദ്യം പറയുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ക്യാമറയിൽ പകർത്തില്ല. ഒരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാനോ വാട്സപ്പിലിടാനോ ഞങ്ങളുടെ ടീമിലെ ഒരാൾ അത് ചെയ്യില്ല. അത് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയുന്നു. ഞങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുത്ത് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയില്ല. ദിവസവും ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2-3 കേസുകൾ എത്തുന്നുണ്ട്. ചിലപ്പം ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കാം, ചിലപ്പം ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുടെ കേസുകളായിരിക്കാം, ബ്ലഡ് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കൂട്ടിരിക്കാൻ ആളില്ലാഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ബില്ലടയ്ക്കാൻ നേരത്ത് അതിന് പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിരിക്കാം, ഒന്നും അല്ലെങ്കിൽ എംബസി പോയിട്ടൊരു നിയമസഹായം അവർക്കൊന്ന് വഴി പറഞ്ഞു കൊടുക്കാനായിരിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള സഹായം, മനുഷ്യർക്ക് കഴിയാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള സഹായമാണെങ്കിലും വി ഹെൽപ്പിന് മുന്നിലെത്തിയാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കും. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഞങ്ങൾ നോക്കില്ല. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുന്നിൽ വരുന്ന കേസുകൾക്ക് ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ വലിയ വലിയ അസോസിയേഷൻ്റെ സഹായം ഞങ്ങൾ തേടാറുണ്ട്. അതിൽ ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഏത് ജാതിയുടെ ആണെങ്കിലും ഏത് ജില്ലയുടെ ആണെങ്കിലും സംഘടനകളെ ഞങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സോടെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. വി ഹെൽപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് വളരുകയായിരുന്നു. അതിന് എടുത്തു പറയേണ്ട 2 പേരാണ് ഇന്ത്യൻ എംബസിയിലെ അഡ്വക്കേറ്റ് ദീപയും പിന്നെ ഇവിടുത്തെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനായ ഷമീറും. ഇവർ 2 പേരെയും സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പിന്നെ ഇന്ത്യൻ എംബസി പലരും പുറത്ത് പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ചെറിയൊരു സംഘടനയാണ്. എന്നാൽ പോലും ഇപ്പോൾ വി ഹെൽപ്പിലെ ഒരു അംഗം എംബസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Na 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 na, grow all the way. Na 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 na, your world is in our hands. Na 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 na, your world is in our hands. Care is divine. We promote it with a heart. Badr Al Suma Group of Hospitals. Modern healthcare, human care. Money transfer, direct and third-party transfers to bank accounts. Instant money transfer to your loved ones. Foreign exchange, buying and selling of all major currencies. Fast, Secure, reliable, competitive exchange rates. Best value for your money. fastest growing exchange house in Oman with worldwide network. Asia Express Exchange, your remittance partner. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യസമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം. ക്വീൻസ് റെസ്റ്റോറന്റ്, അൽക്വയർ, മസ്കറ്റ്. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി ദ വീക്ക് ഓഫ് ഒമാൻ.
6 മാസക്കാലത്തോളമായി തുടരുന്ന വിദേശികളായ തൊഴിലാളികൾക്കുള്ള പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. വ്യാഴാഴ്ച മുതൽ നിയമ നടപടികളില്ലാതെ നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടാകില്ല. സെപ്റ്റംബർ അവസാനത്തെ കണക്കനുസരിച്ച് 23,653 വിദേശികൾ രാജ്യം വിട്ടതായി അധികൃതർ വ്യക്തമാക്കി. ഇനി രേഖകളില്ലാതെ പിടിക്കപ്പെടുന്നവർക്കെതിരെ നടപടികൾ കർശനമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദേശികളെന്നോ സ്വദേശികളെന്നോ വ്യത്യാസമില്ലാതെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായ പഠനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ സർക്കാരുമായി യോജിച്ചാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുകയെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ വിജയദശമി ദിനത്തിൽ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ 100-ലധികം കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. മസ്കറ്റ് ആധ്യാത്മസമിതി, മലയാള വിഭാഗം, കലാഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തിനിരുത്ത് നടന്നു. വിവിധ ഭാഷാ പണ്ഡിതന്മാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. മസ്കറ്റ് ആധ്യാത്മിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുലർച്ചെ 5 മുതൽ കലാമണ്ഡലം ഹാളിൽ നടന്ന എഴുത്തിനിരുത്തിൽ 100ഓളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. 13ാമത്തെ വർഷമാണ് ആധ്യാത്മിക സമിതിയുടെ എഴുത്തിനിരുത്ത് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തെക്കൻ അറബിക്കടലിൽ 10 മുതൽ 15 നോട്ടിക്കൽ മൈൽ വേഗത്തിലുള്ള കാറ്റോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായാണ് ഏറ്റവും പുതിയ സാറ്റലൈറ്റ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അടുത്ത 3 ദിവസങ്ങളിലായി ന്യൂനമർദ്ദം ഒമാന്റെ വടക്ക് കിഴക്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഒമാൻ തീരങ്ങളെ നേരിട്ട് ബാധിക്കാനിടയില്ലെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. ഒമാനെയും ഇറാനെയും ബന്ധിച്ച് ഫെറി സർവീസ് തുടങ്ങാൻ പദ്ധതിയിടുന്നു. നാഷണൽ ഫെറീസ് കമ്പനിയാണ് ഈ നീക്കത്തിന് പിന്നിൽ. കസബിൽ നിന്നും കിഷൻ ദ്വീപിലേക്കാകും സർവീസ് നടത്തുകയെന്ന് നാഷണൽ ഫെറീസ് കമ്പനി CEO മെഹ്ദി ബിൻ മുഹമ്മദ് അൽ അബ്ബാനി അറിയിച്ചു. 44 നോട്ടിക്കൽ മൈലാണ് നിർദ്ദിഷ്ട സർവീസിന്റെ ദൂരം. ശരാശരി വേഗതയിൽ പോയാൽ ഈ ദൂരം 1 മണിക്കൂർ കൊണ്ട് പിന്നിടാമെന്നും CEO പറയുന്നു. ഒമാൻ ക്യാൻസർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണത്തിന് പിന്തുണയുമായി ഒമാൻ അവന്യൂസ് മാളും. സ്തനാർബുദത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ച് വിവരം കൈമാറുന്നതിനും അസുഖം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനും ഈ മാസം വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തും. രാജ്യത്തെ ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിന് ഒമാൻ അവന്യൂസ് മാളിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ജനറൽ മാനേജർ ബെൻ വാട്സൺ പറഞ്ഞു. We are here to raise awareness for their programs so that the public know more about cancer, more about the diseases, and they are more aware of the importance of breast screening and continued examinations. You are arranging some facilities for this mammography and all? Yes, so we've had the Oman Cancer Association here every weekend for the last 4 weekends promoting what they're doing. We've also dressed our atrium pink, as you can see, and every year we promise to do it even bigger and better than this year. And for the entire day today, 50 of our staff have been wearing these pink t-shirts, including myself. Today I'm not wearing a suit, today I'm showing my support for the cause, and we hope to do this each and every year. സോഹാർ മലയാളി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 6ാമത് കേരളോത്സവം 2015 നവംബർ 20-ന് സോഹാർ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ കൊണ്ടാടുന്നതാണ്. ഇതിന്റെ മുന്നോടിയായി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന സോഹാർ യൂത്ത് ഫെസ്റ്റ് ഇന്നും നാളെയുമായി സോഹാറിൽ നടക്കും. ഒമാന്റെ നാനാഭാഗത്തു നിന്നുമുള്ള 400ഓളം മത്സരാർത്ഥികൾ കേരളത്തിൽ നിന്നെത്തിയ പ്രഗത്ഭരായ വിധികർത്താക്കൾക്ക് മുമ്പിൽ മാറ്റുരയ്ക്കുന്നു. ഈ യുവജനോത്സവം സോഹാറിനെ അക്ഷരാർത്ഥത്തിൽ 2 നാളേക്കെങ്കിലും ഒമാന്റെ കലാതലസ്ഥാനമാക്കി മാറ്റുമെന്നും സംഘാടകർ അറിയിച്ചു. യാത്രാ സേവന രംഗത്ത് ഒരു പുത്തൻ ചുവടുവെപ്പുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്. ലോകത്തെവിടേക്കുമുള്ള വിവിധ ടൂറിസം പാക്കേജുകൾക്കായി 24 മണിക്കൂറും സേവനം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒമാൻ സന്ദർശനത്തിനുള്ള പ്രത്യേക പാക്കേജ്. മസ്കറ്റിൽ മികച്ച സേവന പാരമ്പര്യവുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്, CBD ഏരിയ, റുവി,
സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ഒമാൻ ഓറിയൻ ട്രാവൽസ് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ അതിൻ്റെ ഒരു നൂതന കാൽവെപ്പായിട്ട് skyOman.com എന്ന ഒരു വെബ്സൈറ്റ് ഓൺലൈൻ ടിക്കറ്റിംഗ് പോർട്ടൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ സ്പെഷ്യൽ റേറ്റിൽ ആൾക്കാർക്ക് ടിക്കറ്റ് ഓൺലൈനായി പോയി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. 4 ഈസി സ്റ്റെപ്സിൽ പോയി ടിക്കറ്റ് സെർച്ച് ചെയ്ത് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴി അടച്ച് അപ്പോൾ തന്നെ അവരുടെ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോവസ്റ്റ് ഫെയറിൽ സർവീസ് ചാർജ് ഇല്ലാതെ ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓഫ് സീസണിലെയോ പീക്ക് സീസണിലെയോ ഏത് ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് 9 എയർലൈൻ്റെ ഓപ്ഷൻ അറ്റ് എ ടൈം കിട്ടും. അതിൽ നിന്ന് ലോവസ്റ്റ് ഫെയർ സെലക്ട് ചെയ്തിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് പേ അറ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അതേ ബുക്കിങ്ങിൽ നെക്സ്റ്റ് ഡേ വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും skyOman.com സന്ദർശിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars Hypermarkets and Shopping Center, south of Oman. Feel the difference. ലോകം മാറിയാലും രാജ്യമേതായാലും ഏത് സമൂഹത്തിൽ ജീവിച്ചാലും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയേ മതിയാകും. നിങ്ങളുടെ ആവശ്യം താമസിക്കാൻ ഒരിടമാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാകാം, വാഹനം വാങ്ങുകയോ വിൽക്കുകയോ, ആവശ്യങ്ങൾ എന്തുമാകട്ടെ, എന്തിനും ഏതിനും. ഗൾഫ് മാധ്യമം ക്ലാസിഫൈഡ്സ്. ഗൾഫ് മാധ്യമം നമ്പർ 1 in the Middle East. വെൽക്കം ടു മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിൻ. വീണ്ടും ചാറ്റ് ആൻഡ് ഗെയിമിൽ ഒരു കിടിലൻ ഗെയിമുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. മാർസ് ഹൈപ്പർ മാർക്കറ്റിൽ വാദി കബീറിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നവംബർ 18th ആണ് ഒമാൻ്റെ നാഷണൽ ഡേ. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഡെക്കറേഷൻസ് ആണ് കാണുന്നത്. നാഷണൽ ഡേ എന്ന് പറയുമ്പോൾ ഒമാനെ സംബന്ധിച്ച് ഒമാനിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഭയങ്കര ആഘോഷമാണ് ഒമാനിലെ നാഷണൽ ഡേ എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പം നവംബർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൂ. അപ്പോഴത്തേക്കും മാർസ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഏതെല്ലാം രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പം ഇന്ന് എൻ്റെ ഗെയിം ഈ കപ്പും ഒരു ബലൂൺ വെച്ചിട്ടുള്ള ഗെയിമാണ്. സർപ്രൈസ് ആയിരിക്കട്ടെ, ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് നമുക്ക് നോക്കാം. 2-3 ഫാമിലികളെയൊക്കെ പരിചയപ്പെടാം. അവരെ കൊണ്ട് നമുക്ക് ഈ ഗെയിം ചെയ്യിക്കാം. ആരാണ് വിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിൻ. Mars Hypermarket Barka, Oman. ഹായ്, പേരെന്താണ്? എൽദോസ്. എറിക്. സോജ. പേര് പറയൂ. എലേന. എവിടെ വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണോ? സ്റ്റാഫ് നേഴ്സ്. സ്റ്റാഫ് നേഴ്സ് തന്നെയാണോ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി മസ്കറ്റ്? 10 വർഷം. എന്താണ് മാർസിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല ഷോപ്പാണ്. ഇതൊരു ഗെയിമാണ്. ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ 1 മിനിറ്റാണ് ടൈം. മാക്സിമം ഈ ബലൂൺ വെച്ചിട്ട് ബലൂൺ വിരിപ്പിച്ച് അതിൻ്റെ എയറിൽ മാക്സിമം കപ്പുകൾ താഴേക്ക് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം. 1 മിനിറ്റാണ് ടൈം. ആരാണ് ട്രൈ ചെയ്യുന്നത്? വൈഫാണോ ഹസ്ബൻഡാണോ? ഓക്കെ, അപ്പം സ്റ്റാർട്ട്. വേഗം വേഗം പെട്ടെന്നായിക്കോട്ടെ. 1 മിനിറ്റാണ് ടൈം. ഒരു ഇതിൽ നമുക്ക് എത്ര ഗ്ലാസ് വേണമെങ്കിൽ 1 വേണമെന്നില്ല, എത്ര എണ്ണം വേണമെങ്കിൽ ആവാം. പെട്ടെന്നായിക്കോട്ടെ. താഴെ വീഴണം, കപ്പ് താഴെ വീഴണം. ഒരെണ്ണം കൂടിയുള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. ടൈം തീരാറായി. 57 സെക്കൻഡ്, 58 സെക്കൻഡ്, 60 സെക്കൻഡ്സ്.
ഓക്കെ 1 മിനിറ്റിൽ കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. Mars Hypermarket Barka, Oman. ഹായ്, പേരെന്താണ്? സുദീപ്. ശ്രീലക്ഷ്മി. സിദ്ധാർത്ഥ്. മോൻ്റെ പേര് അദ്വൈത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അസൈബാല് മസ്കറ്റ്. എവിടെ വർക്ക് ചെയ്യുന്നത്? നാട്ടിലെവിടെയാ സ്ഥലം? കണ്ണൂർ. നാണം വന്നപ്പോഴത്തേക്ക് എന്താണ് മാർസിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ? മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ തന്നെയാണോ വാങ്ങിക്കുന്നത്? ഇറ്റ്സ് അഗെയിൻ ഇന്ത്യൻ സ്റ്റോറാണ്. സോ വിൽ ഫൈൻഡ് വാട്ട് എവർ നമ്മുടെ ഇന്ത്യനിലെ ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടും. സോ ഇറ്റ്സ് വൺ ഓഫ് അവർ ഫേവറേറ്റ്. അതാണ്. ഓക്കെ, സ്റ്റാർട്ട്. 1 മിനിറ്റാണ് ടൈം. കുറച്ച് സ്പീഡിൽ ചെയ്താൽ വിൻ ചെയ്യാം. ഗെയിമിൽ വിൻ ചെയ്താൽ മാസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് വൗച്ചറാണ്. താഴെ വീഴണം, കപ്പ് താഴെ വീഴണം. മോന് ചിരി വന്നു അല്ലേ? അദ്വൈത് ചിരിച്ച്. 1 മിനിറ്റാണ് ടൈം. ഇപ്പോൾ തന്നെ 30 സെക്കൻഡ്സ് ആയി. 30 സെക്കൻഡ്സ് ആയി. പെട്ടെന്നായിക്കോട്ടെ. 60 സെക്കൻഡ്സ് ആയി. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. Mars Hypermarket Barka, Oman. ഹായ്, പേരെന്താണ്? സജി ജോൺ. സിമി. മോളുടെ പേരെന്താ? നാട്ടിലെവിടെയാ സ്ഥലം? നാട്ടിൽ കൊട്ടാരക്കര. ഇവിടെ മസ്കറ്റിൽ എത്ര നാളെ? 5 വർഷം. ഞാൻ 5 വർഷം. പുള്ളി എവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ അൽക്കറിൽ വർക്ക് ചെയ്യണോ? ഹൗസ് വൈഫ്? ഓക്കെ, മാർസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല. ഇവിടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം നിറയെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർസിൽ വാദിക്കബീർ മാർസിലാണോ അതോ വേറെ ഏതെങ്കിലും മാർസിലൊക്കെ പോകാറ്? ഞങ്ങൾ വാടിക്കബീരിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങോട്ടാണ് വരാറ്. ഓക്കെ, അപ്പം നമ്മളുടെ ഗെയിം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ് ആണ് മാക്സിമം ടൈം. ഓക്കെ, സ്റ്റാർട്ട്. ഓ, അത് കൊള്ളാം. 40 സെക്കൻഡ്സ്. കൺഗ്രാറ്റുലേഷൻസ്. എനിവേ 43 സെക്കൻഡ്സിലാണ് എല്ലാം കംപ്ലീറ്റ് ആയത്. താങ്ക് യു സോ മച്ച്. 43 സെക്കൻഡ്സ് എടുത്തു. Mars Hypermarket Barka, Oman. ഹായ്, വാട്ട്സ് യുവർ നെയിം? ഐസക്. പമില. ഫ്രം കോയമ്പത്തൂർ. മലയാളം മനസ്സിലാവോ? കുറച്ച് മനസ്സിലാവും. ഇവരൊക്കെ മലയാളികളാണോ? കുറേ ആൾക്കാരുണ്ട്. പവിഴത്തിന് മലയാളം മനസ്സിലാവോ? ഓക്കെ, അപ്പം മാർസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്താണ്? മാർസിൻ്റെ ഓപ്ഷൻസ് ആർ ഗുഡ്. ലൈക്ക് വെൻ കമ്പയർഡ് വിത്ത് അതർ മാർക്കറ്റ്സ് വൈഡ് റേഞ്ച് ഉണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ലോട്ട് ഓഫ് ഓഫേഴ്സ് ആർ ഗോയിങ് ഓൺ നൗ ആൻഡ് ദെൻ. What is your opinion about Mars? It's okay. It's a nice place to come and shop. Okay, അപ്പോൾ നമ്മളുടെ ഗെയിം എന്താണെന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. 1 മിനിറ്റാണ് മാക്സിമം ടൈം. അപ്പോൾ ആ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, ഏറ്റവും കുറഞ്ഞ മിനിറ്റിൽ ആരാണോ ചെയ്യുന്നത് അവർക്കാണ് വിൻ ചെയ്യുകയാണെങ്കിൽ മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് വൗച്ചറാണുള്ളത്. അപ്പോൾ പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓ, അത് കൊള്ളാം. ഏറ്റവും കുറഞ്ഞ സെക്കൻഡ്സിൽ ചെയ്യണം. 58 ആണ് നമ്മളുടെ. 58 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 57 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. 57 സെക്കൻഡ്സ്. ഓ, കപ്പ് താഴെ വീഴണം. ഓക്കെ, വെരി ഗുഡ്, വെരി നൈസ്, വെരി ഗുഡ്. 28 സെക്കൻഡ്സ് ആയിട്ടുള്ളൂ. പെട്ടെന്നാവട്ടെ. ഓ, വെരി നൈസ്. കൺഗ്രാറ്റുലേഷൻസ്. 39 സെക്കൻഡ്സ്. കൺഗ്രാറ്റ്സ്. അപ്പം ഇന്ന് നമ്മളുടെ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നുള്ള നന്നായി മലയാളം സംസാരിക്കുന്ന ഐസക് ഡാനിയലും പമീലയാണ്. എനിക്ക് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു വാദിക്കബീർ ബ്രാഞ്ച് മാനേജർ മിസ്റ്റർ ഷംഷീർ. കൺഗ്രാറ്റുലേഷൻസ്. Mars Hypermarket Barka, Oman. ഈ എപ്പിസോഡ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീണ്ടും മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ നമ്മളുടെ ഒമാനിൽ
കയ്യെത്തും ദൂരത്ത് എല്ലായിടത്തും നമുക്ക് മാർസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ എല്ലായിടത്തും മാർസ് ഹൈപ്പർ മാർക്കറ്റിൽ പോവുക, ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, ആ ഓഫേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാർസ് ഹൈപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗെയിം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ ഒരു ഗെയിമോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം JK Films and Music, near Almaha Petrol Station, Wadi Kabir. Telephone 248-1200. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച പുതിയൊരു അധ്യായമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.